ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമാണ്. BJP തിരുവനന്തപുരം നഗരത്തിലെ 4 നിയോജക മണ്ഡലങ്ങളിലും BJP ജയിക്കുമെന്നുള്ളത്. കാരണം ഞങ്ങൾക്ക് വസ്തുതയുണ്ട്, അടിസ്ഥാനമുണ്ട്. ഞങ്ങൾ പറയുന്നതിൽ അടിസ്ഥാനമുണ്ട്. കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം മാധ്യമങ്ങളോട് ഞങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ പോലും നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ BJP അധികാരത്തിൽ വരുമെന്നുള്ളത്. ഞങ്ങൾ 50 കൗൺസിലർമാരെ ജയിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നു. കഴിഞ്ഞ കാലങ്ങൾക്കും 35 പേര് 2015-ലും 2020-ലും ഞങ്ങൾ കൗൺസിലർമാരെ സൃഷ്ടിച്ചെടുത്തു. നിയമനിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ 22 വാർഡുകളിൽ 17 സ്ഥലത്ത് BJP കൗൺസിലർമാരാണ് എന്നുള്ളത് ശിവകുട്ടി മറന്നുപോയോ? അപ്പൊ ഈ നിയമനിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖർ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ ജയിക്കാൻ ഇത്തരത്തിലുള്ള പണമോ മദ്യമോ ഒഴുക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് ഇവിടെ തിരുവനന്തപുരത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ പരാജയം ഉണ്ടാകുന്ന സമയത്ത് എങ്കിൽ ശിവൻകുട്ടി ജയിച്ചത് എങ്ങനെയാണോ? ഇങ്ങനെയാണോ ജയിച്ചത്? നിയമനിയോജക മണ്ഡലത്തില് കടകംപള്ളി സുരേന്ദ്രൻ കടകുട്ടി ജയിച്ചത് ഇങ്ങനെയാണോ? ഇത് പറയാൻ ശിവൻകുട്ടിക്ക് അവകാശമില്ല, റഹീമിന് അവകാശമില്ല. കാരണം ഇവർ CPMന്റെ വലിയ പരാജയം അവർക്ക് മണക്കുന്നുണ്ട്. നിയമനിയോജക മണ്ഡലത്തിൽ ഇന്നൊരു കണക്ക് വന്നു. ഇന്ന് ശിവൻകുട്ടി സംസ്ഥാന ഈ വിദ്യാഭ്യാസ മന്ത്രി അതായത് വിദ്യാഭ്യാസ മദ്യം പിടികൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിവിടെ BJP സംബന്ധിച്ച് ഞാൻ കുറച്ച് പറയുന്നു. BJP സംബന്ധിച്ചിടത്തോളം വോട്ട് നേടാൻ ഈ തിരുവനന്തപുരം നഗരത്തിന് മദ്യമോ പണത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് അത് ആവശ്യമില്ല. 1987 ശ്രീ കുമ്മനം രാജശേഖരൻ അന്നത്തെ ഈസ്റ്റ് നിയോജക മണ്ഡലം, അത് ഇന്നത്തെ നിയമത്തിന്റെ പകുതിയും ഇന്നത്തെ തിരുവനന്തപുരം സെന്ററിന്റെയും പകുതിയും കൂടെ ചേർന്നാണ്. അന്ന് ഞങ്ങള് 2ാം സ്ഥാനത്തെത്തി. അന്ന് ഹിന്ദു മുന്നണി തെങ്ങടയാളത്തിൽ മത്സരിച്ചു കുമ്മനം രാജശേഖരൻ. അത് മുതൽ നോക്കുന്ന സമയത്ത് ഈ നഗരത്തിൽ, ഈ തിരുവനന്തപുരം നഗരത്തിൽ അതിന്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് നിയമനിയോജക മണ്ഡലത്തില്. എങ്കിൽ പിന്നെ ഞങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ BJP നേടിയത് ഇങ്ങനെയാണ്. ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 22 വാർഡിൽ 17 പേര് വൻപിച്ച ഭൂരിപക്ഷത്തോടെ കൗൺസിലർമാരായത് ഇങ്ങനെയാണ്. ഇത് വെറുതെ ചുമ്മാ ഈ മദ്യത്തിന്റെ പണത്തിന്റെ പേര് പറഞ്ഞൊന്നും BJPയുടെ വിജയത്തെ കുറച്ച് കാണാൻ ശ്രമിക്കേണ്ട. BJPയുടെ വിജയത്തെ കുറച്ച് കാണാനും അത് ഞങ്ങൾ പരാജയപ്പെട്ടത് ഇന്ന കാരണങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ആദ്യത്തെ, അല്ലെങ്കിൽ ഇത്രയും കാലം തെരഞ്ഞെടുപ്പിന് ഇല്ലാത്ത ഒരു രീതിയിലുള്ള ആവശ്യമില്ലാത്ത ആരോപണങ്ങളുമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഒരു പദവി ഇരിക്കുന്നതാണ്. അദ്ദേഹത്തിന് നിരന്തരം ഇങ്ങനെ ജൽപ്പനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് ആകെ ടെൻഷനാണ്. പരാജയപ്പെട്ട 100% ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണല്ലോ ടെൻഷൻ വേണ്ടത്. ഞങ്ങൾക്കൊന്നും ടെൻഷൻ ഇല്ലല്ലോ. അതിനെ കുറിച്ച് എനിക്കറിയില്ല. മേടമുക്കിലും ബൂത്ത് ഓഫീസിൽ നിന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. BJP മദ്യം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ പണം കൊടുക്കേണ്ട ആവശ്യമില്ല. നിയമനിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ പൂർണ്ണമായിട്ടും ഭൂരിപക്ഷം ജനങ്ങളും രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു വികസന നായകനെ ജയിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ജനങ്ങളുടെ മനസ്സുകൊണ്ട് അത് കൃത്യമായി സബലീകരിക്കും എന്നുള്ള കാര്യത്തിലും ഞാൻ സംശയമുണ്ട്. തീരദേശത്ത് ഒരു MLA ഓഫീസ് തുറക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത് വിശ്വാസത്തിലായിരിക്കും? ഞാൻ ജയിക്കും. ഉറപ്പായിട്ടും തിരുവനന്തപുരം സെന്ററിലെ NDA സ്ഥാനാർത്ഥി ജയിക്കും. തീരദേശത്തെ ജനങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നേരത്തെ മനസ്സിലാക്കിയ ഞാൻ സ്ഥാനാർത്ഥിയായപ്പോൾ കൂടുതൽ താഴോട്ട് ഇറങ്ങിയ സമയത്ത് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സഹോദരിമാരുടെ കരച്ചിലും അവരുടെ പരിഭവവും പരാതിയും കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജയിച്ചു പോയവർ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർ പറഞ്ഞ വാചകം ഇതാണ്: കൈകൂപ്പി ഞങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞ് MLA-മാരായി കഴിഞ്ഞാൽ കാറില് ഇരുന്ന് ഗ്ലാസ് താത്തുന്ന കൈ കാണിക്കാൻ പോലും തയ്യാറാകാത്ത MLA-മാരെ കണ്ടവരാണ് ഞങ്ങൾ. നിങ്ങളും അങ്ങനെ ആകുമോ എന്നാണ് ചോദിക്കും. അവരുടെ ആശുപത്രി പ്രശ്നം പരിഹരിച്ചിട്ടില്ല. നിരവധി പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് തിരുവനന്തപുരം സെൻട്രലിൽ NDA MLA എന്ന നിലയിൽ തിരുവനന്തപുരത്ത് സിറ്റിയിലെ MLA ഓഫീസ് പ്രവർത്തിക്കുന്നതോടൊപ്പം തീരദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും അവരുടെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടിയും ഓഫീസ് തീരദേശത്ത് കേന്ദ്രീകരിച്ച് MLA ഓഫീസ് ഉണ്ടാവും. അതാണ് അങ്ങനെ പറഞ്ഞത്. അത് ഉറപ്പായിട്ടുണ്ടാവും. ഈ SIR പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ടുകൾ വെട്ടിപ്പോയ മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം നിയോജകമണ്ഡലം. അതൊരു വെല്ലുവിളിയാകുമെന്ന് തോന്നുന്നുണ്ടോ? വെല്ലുവിളിയൊന്നുമില്ല. ഞങ്ങൾക്ക് 100% BJP തിരുവനന്തപുരം, ഞാൻ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല, തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ വിഭാഗം
ജനങ്ങളിൽ നിന്നും BJP വോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് വരെ BJP വോട്ട് ചെയ്യാത്ത പല വിഭാഗം ജനങ്ങൾ, പല ആൾക്കാർ ഇത്തവണ BJP വോട്ട് ചെയ്തു. എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ തന്നെ പറയുന്നവരുണ്ട്. വലിയ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നൊക്കെ BJPക്ക് ഞങ്ങളൊന്നും ഒരു കാലത്ത് പ്രതികൂലമായ ജനവിഭാഗങ്ങൾ, പ്രദേശങ്ങൾ, അവിടെയൊക്കെ BJPക്ക് ശക്തമായിട്ട് പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്, ശക്തമായിട്ട് വോട്ട് നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ, വസ്തുതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജയിക്കുമെന്ന് പറയുന്നത്. തിരുവനന്തപുരം സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ 2014 ശ്രീ O രാജഗോപാൽ 2500 വോട്ട് ലീഡ് ചെയ്തില്ലേ? ഇതൊന്നും സംഭവിക്കാത്ത കാര്യമല്ലല്ലോ, സംഭവിക്കുന്ന കാര്യമാണ്. എന്തെങ്കിലും പറയുമ്പോൾ ഇവിടെ ഒരു മതേതരത്വം പറഞ്ഞ് ഈ മത്സരരംഗത്ത് വരുമ്പോൾ മതേതരത്വം പറയുന്ന ഒരു രീതി എന്നല്ല ഞങ്ങളുടെ രീതി. ഞങ്ങൾ അന്ന് പറയുന്നത് ഇന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പറയുന്ന സമയത്തും ഞങ്ങൾ ഒരേ രീതിയാണ്. അല്ലാതെ ഈ കുറി ഇവിടെ തൊട്ട് ഇങ്ങനെ അച്ഛൻ വരെ കുറിയിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് പിന്നെ ഇല്ലാത്ത പള്ളികളിലും ഒക്കെ കയറി ഇറങ്ങുന്ന ഒരു മതേതരത്വം പറയുന്ന ഒരു ഏർപ്പാടൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങളൊക്കെ പറയേണ്ട കാര്യങ്ങൾ പറയും, കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യും. ജനങ്ങളെ എങ്ങനെ വികസനത്തിന്റെ പാതയിൽ ഈ നാടിനെ കൊണ്ടുപോകാൻ കഴിയുമോ ആ തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അതനുസരിച്ച് ഞങ്ങൾക്ക് ജനങ്ങൾ, തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ ഞങ്ങളെ 4 സീറ്റിലും 4 നിയോജക മണ്ഡലത്തിലും ഞങ്ങൾ ചെയ്യും. അവരുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി, അദ്ദേഹത്തിന് മറുപടി ഞാൻ പറയുകയാണ്. അദ്ദേഹം സ്വന്തമായിട്ട് വോട്ടുണ്ടാക്കി ഞാൻ ഇത്ര വോട്ട് പിടിക്കും, BJP ഇത്ര വോട്ട് പിടിക്കും എന്നുള്ളതല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം തെറ്റും. അദ്ദേഹം 2016 ഉണ്ടായിട്ടുള്ള പരാജയം, അതുപോലെ പരാജയം തന്നെ അദ്ദേഹത്തിന് സംഭവിക്കും. 22,000 വോട്ടിന്റെ ലീഡാണ് 2024 ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അതിന് പുറത്ത് ലീഡ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, ഫലം കഴിയുമ്പോൾ നിയമനിയോജക മണ്ഡലത്തിലുണ്ടാകും. റഹീം ആവശ്യമില്ലാതെ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഓർപ്പിക്കാൻ നോക്കും. അതിനുവേണ്ടി ഇങ്ങനെ ഓരോ ദിവസവും ഇറങ്ങി, ഞാൻ 2 ദിവസമായി വെയിറ്റ് ചെയ്യാം, ഇങ്ങനെ ഓരോ ദിവസവും ഇറങ്ങി BJPക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതി, അത് ഇവിടുത്തെ ജനങ്ങളെ, തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളെ അവഹേളിക്കുന്നത്, ഞാൻ ഉൾപ്പെടുന്ന, നമ്മളെല്ലാം ഉൾപ്പെടുന്ന ഇവിടുത്തെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ജനങ്ങളെ, വോട്ടർമാരെ അവഹേളിക്കുന്ന, അവമാനിക്കുന്ന തരത്തിലേക്കാണ് CPM അധംപതിച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയ അധംപതനം ഇനി ഇല്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു ദിവസം ഇത് എത്ര പ്രാവശ്യം ഇങ്ങനെ മാധ്യമങ്ങളെ വിളിച്ച് പറയുന്നു. ഞങ്ങൾ വികസനത്തിന്റെ പാതയില് ഞങ്ങൾ മുന്നോട്ട് പോകും. തിരുവനന്തപുരത്ത് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള വികസനങ്ങൾ സാധ്യമാകും. കോർപ്പറേഷൻ ഭരണ സംവിധാനം, അതോടെ MLA-മാരും കേന്ദ്ര സർക്കാരും ട്രിപ്പിൾ എഞ്ചിൻ സംവിധാനം, ആ സംവിധാനം തിരുവനന്തപുരത്ത് വരാൻ പോവുകയാണ്. തിരുവനന്തപുരത്ത് വലിയ വികസനത്തിന്റെ തേരോട്ടമായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന വലിയൊരു ഭരണ സംവിധാനം ഇവിടെ പ്രാവർത്തികമാക്കും. ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ ഇടപെടലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ഈ നഗരത്തിലാകെ ഉണ്ടാവും. കോർപ്പറേഷൻ മേയർ അടക്കം ഒരു വലിയൊരു ഭരണ സംവിധാനം ഞങ്ങൾ ഒരുമിച്ച് നിന്ന് തിരുവനന്തപുരത്തെ ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാക്കി മാറ്റുക എന്ന ഞങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി, എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് ഞാൻ കിട്ടുന്നുണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞവർക്ക് ശക്തമായ മറുപടി, ന്യൂനപക്ഷങ്ങളുടെ ജനങ്ങളിൽ തന്നെ മെയ് 4-ാം തീയതി ആ പ്രദേശത്തെ വോട്ടെണ്ണു. എനിക്കൊരു അനുഭവം ഉണ്ടത്. തെരഞ്ഞെടുപ്പിന് തലേ ദിവസം പ്രതീക്ഷ പ്രത്യാശ എന്ന് പറയുന്ന വലിയതുറയിലെ ഫ്ലാറ്റ്, മത്സ്യത്തൊഴിലാളികളുടെ ഫ്ലാറ്റ്, ഞാൻ വോട്ടർമാരെ കാണാൻ പോയപ്പോൾ അവിടെ ഇതുപോലൊരു ആരോപണം കൊണ്ടുവന്നു. ഇവിടെ പോലീസിനെ വിളിച്ചു വരുത്തി. അവിടെ സ്ഥാനാർത്ഥി സാരി കൊണ്ട് വീട്ടിൽ കൊടുത്തു. പക്ഷെ അവിടെ പോലീസ് വന്നപ്പോഴും അവിടുത്തെ കൗൺസിലർ, കോൺഗ്രസിന്റെ കൗൺസിലർ വന്ന് ഇത് ആരോപണം പറഞ്ഞപ്പോഴും എതിർത്തത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളായ സഹോദരിമാർ. BJP-ക്കാർ വന്ന് നിങ്ങൾക്ക് എന്താ പ്രശ്നമാണ്? അത് 1-2 മാധ്യമങ്ങളുടെ കൊണ്ടല്ല. BJP-ക്കാർ വന്ന് എന്താ പ്രശ്നം ഈ ഫ്ലാറ്റിൽ എന്താ ചോദിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം തീരദേശ മേഖലയിലൊക്കെ BJP-ക്ക് ശക്തി പ്രാപിക്കുകയാണ്. ഞങ്ങളുടെ പ്രവർത്തകരും ഒക്കെ വളർന്നു വരികയാണ്. ഞങ്ങൾ അവിടെ തന്നെ മത്സരിച്ച സ്ഥാനാർത്ഥികളായി മത്സരിച്ച വെട്ടുകാടിലെ ഗിൽഡയും വലിയതുപോലെ ജയറാണിന്റെ ബിൽബണ്ടും സിന്ധു മേരിയൊക്കെ ഇന്ന് BJP നേതാക്കന്മാരായി അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ സഭ ആത്മവിശ്വാസമാണ്. നിയമത്തിൽ നമുക്ക് പ്രശ്നമില്ല. നിയമ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിയമത്തെ സംഘടനാ ശക്തിയും
ജനപിന്തുണയും എത്രത്തോളം ഞാൻ നിയോജക മണ്ഡലത്തിലുണ്ട്. കേരളത്തിലെ ഏറ്റവും ടോപ്പ് BJPക്ക് സ്വാധീനമുള്ള ഒരു നിയോജക മണ്ഡലമാണ് നേമം. അതുകൊണ്ട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ചുമതല വഹിക്കുന്ന റഹീമും ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ ശിവൻകുട്ടി ഇവിടെ വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യുക. ഇനി പറയാൻ നിൽക്കരുത്. നിങ്ങൾ നാടങ്ങളും പറഞ്ഞാൽ മാക്സിമം മെയ് 3 വരെ. 4-ാം തീയതി കഴിയുമ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യേണ്ട ആൾക്കാരാണ്, പൊതുപ്രവർത്തകർ. അതൊന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി സ്റ്റോപ്പ് പോയാ Yeah.